നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മാണം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പെർമിറ്റ് അനുവദിക്കാൻ പ്രത്യേക അനുമതി തേടി കളക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചു. സെപ്റ്റംബർ 3 കളക്ടറുടെ ചേംബറിൽ ചേരുന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗ തീരുമാനത്തിന്റെ ഭാഗമായാണ് കത്തയച്ചത്. വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റിയുടെ NOC ലഭിക്കുന്നില്ലെന്ന പരാതി ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ടി മുഹമ്മദ് ബഷീർ MP, TV ഇബ്രാഹിം MLA, നഗരസഭാ അധ്യക്ഷ നിദ ഷഹീർ തുടങ്ങിയവർ കഴിഞ്ഞ യോഗത്തിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വിമാനത്താവള വികസനത്തിന് പുതിയതായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് നോട്ടിഫിക്കേഷൻ വരുന്നതുവരെയോ വിദൂര ഭാവിയിൽ പ്ലാൻ ചെയ്യുന്ന പദ്ധതിയുടെ പ്രായോഗികത ഉറപ്പാക്കുന്നതുവരെയോ കെട്ടിട നിർമ്മാണത്തിന് എയർപോർട്ട് അധികൃതരുടെ NOC കണക്കിലെടുക്കാതെ 2 നില വരെയുള്ള താമസിക്കുന്നതിനുള്ള വീടിന് കെട്ടിട നിർമ്മാണ അനുമതി നൽകാൻ സമീപത്തെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിമാനത്താവളത്തിന് വേണ്ടി 2 ഘട്ടങ്ങളായി 436 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ആദ്യഘട്ടം 226 ഏക്കർ ഭൂമിയും 2ാം ഘട്ടം 210 ഏക്കർ ഭൂമിയും ഈ പദ്ധതിയുടെ പ്ലാൻ എയർപോർട്ട് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയതിനാൽ കെട്ടിട നിർമ്മാണത്തിന് NOC അനുവദിക്കാൻ കഴിയില്ലെന്നാണ് എയർപോർട്ട് അധികൃതർ അറിയിച്ചത്. എന്നാൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയൊന്നും ആരംഭിക്കാത്ത സാഹചര്യത്തിൽ പരിസരവാസികളെ പ്രയാസപ്പെടുത്തരുതെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത്. നിലവിൽ റൈസ വിപുലീകരണത്തിന് സ്ഥലം ഏറ്റെടുത്തപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് നിലവിൽ വീട് നിർമ്മിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചവർക്ക് പോലും വീട് നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടെന്നും വിമാനത്താവള വികസനത്തിന് അനുകൂല നടപടി സ്വീകരിച്ച നാട്ടുകാരോട് എയർപോർട്ട് അതോറിറ്റി പ്രതികൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ജനപ്രതിനിധികൾ പരാതിപ്പെട്ട കാര്യവും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. എയർവൺ ന്യൂസ്, കരിപ്പൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.